Hello everyone, this is Sujit Bhaktan from Tech Travel 8 and ഞാനിപ്പോൾ ഉള്ളത് കൊല്ലൂരിലാണ്. ഞാനിപ്പോൾ പോകുന്നത് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന കർണാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. ആൻഡ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ചുറ്റിക്കറങ്ങി വരാം. മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ എന്താ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ഒരു ശീഘ്ര ദർശനത്തിന് കയറി തൊഴുതിറങ്ങി. കർണാടകത്തിൽ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രം. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 130 കിലോമീറ്റർ സഞ്ചരിച്ച് മൂകാംബികയിൽ എത്തിച്ചേരാം. അല്ലെങ്കിൽ ട്രെയിൻ മാർഗം ബൈന്ദൂർ എന്ന സ്റ്റേഷനുണ്ട്. മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്രത്തിലെത്താം. പരാശക്തി അതായത് ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലാണ് ആരാധന. ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന സർവ്വരോഗ സംഹാരിയായ പ്രത്യേകതരം കഷായമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിതെന്നും പറയപ്പെടുന്നു. മൂകാംബിക ദേവിയെ ദർശിച്ചാൽ വിദ്യാഭ്യാസ ഉന്നതിയും കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും കലാസാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരും ഈ പുണ്യക്ഷേത്രം ധാരാളമായി സന്ദർശിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസ ഉന്നതിയും പഠന താല്പര്യവും വാക്ചാതുരിയും സിദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ അവൈലബിൾ ആണ്. ഈ ട്രെയിനുകളിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ബൈന്ദൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അല്ലാത്ത പക്ഷം KSRTCയുടെ 2 ബസ്സുകൾ മൂകാംബികയ്ക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഒന്ന് കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയം, തൃശ്ശൂർ വഴി പോകുന്ന ഒരു സൂപ്പർ ഡീലക്സ് ബസ്സും മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ വഴി പോകുന്ന ഒരു AC സ്കാനിയ ബസ്സുമാണ്. ഇതിന്റെ റിസർവേഷൻ KSRTConline.com എന്ന വെബ്സൈറ്റിൽ നിന്നും ചെയ്യാവുന്നതുമാണ്. സാധാരണയായി ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. എന്നിരുന്നാലും ചില സമയങ്ങളിലെ പൂജാ സമയങ്ങളിലെ മാറ്റങ്ങൾ കാരണം ചില സമയത്ത് തിരക്കുകൾ അനുഭവപ്പെടുകയും നിങ്ങൾക്ക് ക്യൂ നിൽക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് എൻട്രൻസിൽ വഴി സ്പെഷ്യൽ ദർശനം അവൈലബിൾ ആണ്. 100 രൂപ ഒരാൾക്ക് അല്ലെങ്കിൽ 500 രൂപ ഒരു ഫാമിലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴുതിറങ്ങാൻ സാധിക്കും. ബസ്സിൽ വരുന്നവർക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതേപോലെ തന്നെ വാഹനങ്ങളിൽ വരുന്നവർക്കും വാഹനം പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാം. ചെറുതും വലുതുമായ ധാരാളം ഹോട്ടലുകളും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നല്ലൊരു ദർശനം കഴിഞ്ഞു. ഇപ്പോൾ തിരക്കായത് കാരണം ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് സ്പെഷ്യൽ എൻട്രൻസ് എടുത്താണ് തൊഴുതത്. ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ തൊഴുത് കഴിഞ്ഞു. പക്ഷേ മറ്റേ ജനറൽ ദർശനം നല്ല തിരക്കായിരുന്നു. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ ടെക് ട്രാവൽ 8 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ യാത്രാ വീഡിയോസും കൂടുതൽ മറ്റ് കിടിലൻ ഡെസ്റ്റിനേഷൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.